മൈ ബ്യൂട്ടിഫുൾ സോൾസ്. ലെവൽ 11 ഡിവൈൻ ജസ്റ്റിസ് ടാരോ ട്രേഡിങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയം എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ ഈ റീഡിങ്ങുമായി ലിങ്ക് ആവുകയുള്ളൂ. തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരിടത്ത് ശാന്തമായിരുന്ന് റീഡിംഗ് കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഒരുമിച്ച് ചിലവിട്ട ആ നല്ല നിമിഷങ്ങളെപ്പറ്റി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജി റെസൊണേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും. നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന കാർഡുകൾ 5 ഓഫ് വാണ്ട്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ഫൂൾ, 2 ഓഫ് പെൻറ്റക്കിൾസ്. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് എനർജിയാണ്. തിരയടങ്ങാത്ത ഒരു മഹാസാഗരം പോലെ വളരെ പ്രക്ഷുബ്ധമായ ഒരവസ്ഥ. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു സൈലൻ്റ് കോമ്പറ്റീഷൻ വരെയും നിങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഒരു ആശയക്കുഴപ്പം. ഇവിടെ സോഡിയക് എനർജി ആയിട്ട് വന്നിരിക്കുന്നത് ലിയോ, ഏറീസ്, സജിറ്റേറിയസ്, ഫയർ സൈൻസ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളിപ്പോഴും ആ ഒരു ബന്ധത്തിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ബിഗിനിങ് പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. ഒരു പുതിയ ഒരു ഓഫറുമായിട്ട് അവർ വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കിപ്പോഴുണ്ട്. സോഡിയക് സൈൻസ് വന്നിരിക്കുന്നത് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻസ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ഫൂൾ കാർഡാണ്. നിങ്ങളിപ്പോൾ ഒരു ലെറ്റ് ഗോ സ്റ്റേജിൽ നിൽക്കുന്നു. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം യൂണിവേഴ്സിൽ അർപ്പിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥ. വരാൻ പോകുന്ന ആ ഒരു ഭാവിയെപ്പറ്റി ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു പുതിയ ശ്രമം എന്നതുപോലെ അല്പം മാറി നിൽക്കുന്ന ഒരവസ്ഥ. സോഡിയക് സൈൻ വന്നിരിക്കുന്നത് കാപ്രിക്കോൺ. അപ്പോൾ നിങ്ങളുടെ ഒരു കറണ്ട് സ്റ്റേറ്റ് പറയാനാണ് എങ്കിൽ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് നടന്ന് അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം, ഒരു പിണക്കം ഒക്കെ ആയിട്ട് ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ. അത് എന്നെങ്കിലും അവർ തിരിച്ചു വരും. ഈ ഒരു പിണക്കം മാറും, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു റഷ്നെസ് ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് എല്ലാം യൂണിവേഴ്സിന് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അവരുടെ എനർജി നോക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് 7 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ദ ലവേഴ്സ് ആൻഡ് ദ ഹെർമിറ്റ്. ഫസ്റ്റ് കാർഡ് 7 ഓഫ് കപ്സ്. അവർക്ക് ഇപ്പോൾ മനസ്സിലൊരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഓർ കൺഫ്യൂഷൻ ആ ഒരു സ്റ്റേറ്റാണ്. സ്വപ്നം കാണുന്ന റിയാലിറ്റിയിൽ ഉറപ്പില്ലാത്ത ആളുകളാണ്. അവർക്ക് ചുറ്റിനും വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു സ്വപ്നാവസ്ഥയിൽ കൂടി അവരങ്ങനെ പോകുന്നു. സോഡിയക് സൈൻസ് വന്നിരിക്കുന്നത് പൈസസ്, സ്കോർപിയോ. നെക്സ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ്. അവർക്ക് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കൊടുത്തതുപോലെയുള്ള ഒരു സ്നേഹം തിരിച്ചു തരണം എന്ന ഒരാഗ്രഹം അവർക്കുണ്ട്. ഗിവ് ആൻഡ് ടേക്ക് എനർജിയിൽ നിൽക്കുന്ന അവസ്ഥ. നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു കെയർ അതുപോലെയൊക്കെ തന്നെ തിരിച്ചു തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ അവർക്കായിട്ട് കണ്ടെത്തിയ ആ ഒരു സമയമൊന്നും തിരിച്ചു തരാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ആ ഒരവസ്ഥയൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾക്കൊരു സന്തോഷം തരുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ചിന്തകൾ അങ്ങോട്ടൊന്ന് ബാലൻസ് ആകുന്നില്ല. വേറെയും ഓപ്ഷൻസ്, ചിലപ്പോൾ ഫാമിലി പരമായിരിക്കാം, അതല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം, അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്. ഇതിലേതെങ്കിലും ഒന്നിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ. സോഡിയക് സൈൻ വന്നിരിക്കുന്നത് ടോറസ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ലവേഴ്സ് ആണ്. ഇവർക്ക് നിങ്ങളോടൊരു സ്ട്രോങ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോഴും ആ ഒരു ബന്ധം അവരുടെ മനസ്സിൽ ഒരു ഡിവൈൻ കണക്ഷനായിട്ട്, ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു കണക്ഷനാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. സോഡിയക് സൈൻ വന്നിരിക്കുന്നത് ജെമിനൈ. നെക്സ്റ്റ് കാർഡ് ദ ഹെർമിറ്റ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹെർമിറ്റ് കാർഡ് വന്നിരിക്കുന്നത് പറയുന്നത് ഒരു സൈലൻ്റ് മോഡാണ്. ഉള്ളിലുള്ള വിചാരങ്ങളൊന്നും തന്നെ പുറമേ അവർ കാട്ടാതെ ഒരിടത്ത് സൈലൻ്റായിട്ടിരുന്ന് അവർ ഈ ബന്ധത്തെ നോക്കി കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആരായിരുന്നു?
നിങ്ങളുടെ ആ ഒരു വിലയൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. സോഡിയക് സൈൻ വന്നിരിക്കുന്നത് വിർഗോ. അപ്പോൾ അവരുടെ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള കൺഫ്യൂഷനായിട്ടുള്ള ഒരു വ്യക്തി. നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്നേഹമൊക്കെ അതേപോലെ തന്നെ തിരിച്ചും തരണം. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എനർജി ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടി പ്രാധാന്യം കൊടുക്കേണ്ട ചില ഓപ്ഷൻസ് അവർക്ക് ചുറ്റിലും ഉള്ളത് കാരണം അവർക്ക് ഇതിലേക്ക് ഒരു എഫേർട്ട് ഇടാൻ പറ്റുന്നില്ല. അവർ നിങ്ങളെപ്പറ്റി നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും എല്ലാം അവർക്ക് നിങ്ങളോടൊരു നല്ലൊരു അട്രാക്ഷൻ അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഔട്ട്കം എന്താണെന്ന് നോക്കാം. വന്നിരിക്കുന്ന കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഈ ഒരു ബന്ധത്തിൽ 2 പേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. 2 പേരും ഒന്ന് പോസ് ചെയ്ത് നിൽക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു ബന്ധത്തിനെ 2 പേരും ഒന്ന് നോക്കിക്കാണുകയാണ് സൈലൻ്റായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ 2 പേരുടെയും മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇത് എന്തായി തീരും എന്നുള്ള ഒരു ആശങ്ക. സോഡിയക് സൈൻ വന്നിരിക്കുന്നത് പൈസിസ്. അപ്പോൾ ഓവറോൾ ഈ ഒരു ബന്ധത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു റിലേഷൻഷിപ്പാണ്. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി തുറന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി കാര്യങ്ങളൊക്കെ ഒന്ന് ട്രാക്കിലാക്കി മുമ്പോട്ട് കൊണ്ടുപോയാൽ വളരെ നല്ല രീതിയിൽ ഒരുപാട് കാലം മുമ്പോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. കാർഡുകളെല്ലാം ഒത്തു നോക്കുമ്പോൾ പറയാനുള്ളത് പേഷ്യൻസ് ഈസ് യുവർ പവർ. യൂണിവേഴ്സൽ മെസ്സേജാണ്. ക്ഷമയോടെ ഇരിക്കുക. കാരണം 2 പേരുടെയും മനസ്സ് ആകെ ചിന്തകളാൽ മറിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഈ ഒരു ബന്ധത്തിന് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു റീയൂണിയൻ ഉണ്ട്. ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ ഈ ഒരു ബന്ധം വീണ്ടും പുതിയ പാതയിൽ ചലിച്ചു തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് ഇതൊക്കെയായിരുന്നു. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. റെസൊനേറ്റ് ആയി എങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുക. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വിഷമിക്കുന്ന ആളുകളാണ് ടാരറ്റ് റീഡിംഗ് കാണാനെത്തുന്നത്. എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യുക. നാളറിയില്ല എങ്കിൽ ജനിച്ച മാസം ഉൾപ്പെടെ കമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു റീഡിങ്ങിൻ്റെ നല്ല ഫലം നിങ്ങൾക്ക് വരുന്നതിനായി യൂണിവേഴ്സിന് നന്ദി പറയുക കമൻറ്റ് ബോക്സിൽ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും യൂണിവേഴ്സ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.